കണ്ണൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുകയാണ്. ഉടൻ കൂട്ടിലേക്ക് മാറ്റും. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി എന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോഴായിരിക്കും ഇനി കൂട്ടിലേക്ക് മാറ്റുന്നത്? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? പുലിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയത് കാക്കങ്ങാട് ടൗണിനോട് ചേർന്നുള്ളൊരു പ്രദേശം തന്നെയാണ്. 2 റൗണ്ട് മയക്കുവെടി വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ പുലിയെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. ഉടൻ തന്നെ കൂട്ടിലേക്ക് മാറ്റും. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു വഴിയിൽ കൂടി ആയിരിക്കും പുലിയെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവരിക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യം ഒരു കൂട് കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും നല്ല ആരോഗ്യവാനായ ഒരു പുലിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കയറ്റാൻ സാധിക്കാത്ത തരത്തിലൊരു കൂട് ആണ് ആദ്യം കൊണ്ടുവന്നത്. പിന്നീട് വലിയൊരു കൂട് വീണ്ടും കൊണ്ടുവന്ന് വാഹനത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ പുലിയുള്ള ആ ഭാഗത്തേക്ക് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. നിലവിൽ മയക്കുവെടി വെച്ചും പുലി മങ്ങിയിട്ടുണ്ട്. വലയിട്ട് കൂടിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം തന്നെയാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മയക്കുവെടി വെക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഈ പുലി കുടുങ്ങിയത് ഏത് തരത്തിലുള്ള കെണിയിലാണ് എന്നൊരു സംശയമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ വനംവകുപ്പ് അധികൃതരും പോലീസും തയ്യാറായിരുന്നില്ല. കാരണം എന്തെങ്കിലും തരത്തിൽ കെട്ട് പൊട്ടിച്ച് പുലി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നൊരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ പ്രദേശത്തേക്ക് ആളുകൾ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസിൻ്റെ ആളുകളും മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. 2 റൗണ്ട് വെടിവെച്ച് പുലിയെ മയക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൊണ്ടുവന്ന പ്രത്യേക കൂട്ടിലേക്ക് പുലിയെ മാറ്റി പുറത്തേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. രജനി, മാത്രമല്ല പലവട്ടം ഈ പ്രദേശവാസികൾ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിട്ട് തുടരുന്ന ഒരു മേഖല കൂടെയാണെന്ന്. അപ്പോഴൊന്നും തന്നെ വനം വകുപ്പ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാര്യവും. ഇപ്പോഴും ഈ പ്രദേശവാസികൾക്ക് ആശങ്ക മാറുന്നില്ല എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? രജനി, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വന്യമൃഗശല്യം രൂക്ഷമായൊരു പ്രദേശം കൂടിയാണ് ഈ കാക്കങ്ങാട് മേഖല എന്നാണ് പറയുന്നത്. കാരണം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ആറളം ഫാമൊക്കെ ഉള്ളത്. വളരെ അധികം ദൂരെയല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ്. തൊട്ടടുത്ത് വനമേഖലയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടുപന്നിയുടെ ഉൾപ്പെടെയുള്ള ശല്യം രൂക്ഷമായൊരു പ്രദേശം തന്നെയാണ് ഇത് എന്ന് നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട്. പുലിയുടെ സാമീപ്യം ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടായതെന്നും പറയുന്നുണ്ട്. ഇത് എന്തുതരം കെണിയിലാണ്? ആദ്യഘട്ടത്തിൽ ഈ കാട്ടുപന്നിക്ക് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയെന്നടക്കമുള്ള തരത്തിൽ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള കെണിയിലാണ് ഈ പുലി കുടുങ്ങിയത്, കേബിളിലാണോ കുടുങ്ങിയെന്നടക്കമുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പുലി രക്ഷപ്പെട്ട് പോകുമോ? ഈ പുലി നല്ല ആരോഗ്യവാനായ ഒരു പുലിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രക്ഷപ്പെട്ട് ചാടി പോകാൻ സാധ്യതയൊക്കെ ആദ്യത്തെ ഘട്ടത്തിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉള്ളിലേക്ക് കയറിപ്പോകാൻ ഒരു നിയന്ത്രണമൊക്കെ ഈ പോലീസും വനംവകുപ്പ് അധികൃതരും ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രം അവിടെ പോയിക്കൊണ്ട് വനംവകുപ്പിൻ്റെ വെറ്റിനറി സർജനുണ്ട്, ഡോക്ടർ അജേഷ് മോഹൻദാസ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോയി ഈ മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടാനുള്ളൊരു ശ്രമം നടത്തിയത്. ഇപ്പോൾ 2 റൗണ്ട് മയക്കുവെടി വെച്ച് പുലി മയങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ കൂട്ടിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രജനി, ശരി. എന്തായാലും കണ്ണൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അതിനെ കൂട്ടിലേക്ക് മാറ്റും. പരിശോധനയ്ക്ക് ശേഷം ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ കെ അജേഷ് മോഹൻദാസ് ആണ് വെടിവെച്ചത്. എന്തായാലും ഈ പ്രദേശവാസികളുടെ ആശങ്ക തീരുന്നില്ല. നമ്മൾ പല തവണകളായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മലപ്പുറത്തൊരു വനവാസി യുവാവിന് ദാരുണാന്ത്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും വനം വകുപ്പ് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോൾ ആശ്വാസകരം എന്ന് പറയുന്നത് പുലിയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. 2 റൗണ്ട് മയക്കുവെടി വെച്ചതിന് ശേഷം അതിനെ കൂട്ടിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.